വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ കോൾ എന്താണ്? മുസ്ലിമിൻ്റെ അപ്രമാദിത്വം വരുന്നു. അത് അദ്ദേഹം ഇതുവരെ കേൾക്കാതിരുന്നില്ലോ. 6 മാസത്തോളമായിട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അലക്കുന്ന ഒരു വിഷയമല്ലേ ഈ മുസ്ലിം അപ്രമാദിത്വം പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. അപ്പോൾ അത് കേൾക്കാതല്ലല്ലോ NSS പോയി ഹിന്ദു ഐക്യത്തിന് ചേർന്നത്. അല്ല, അദ്ദേഹം പറയുന്നത് അവിടെ തുഷാർ വെള്ളാപ്പള്ളി അയക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി ആരാണ്? NDAയുടെ കൺവീനറാണ്. ഇതെല്ലാം BJPയിലേക്ക് തങ്ങളെ കൊണ്ടുപോവുകയാണോ? ആ ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതെല്ലാം എപ്പോഴാണ് വന്നത്? ഇതെല്ലാം വന്നത് വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. പെട്ടെന്ന് സംഭവിക്കാനുള്ള കാരണം ഒന്ന് പത്മഭൂഷണാണ്. വെള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷൺ കിട്ടി. അപ്പോൾ ഈ ഹിന്ദു ഐക്യം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഗുണം കൊയ്യുന്നത് താങ്കളായിരിക്കില്ല, താങ്കളുടെ സംഘടനയല്ല എന്നുള്ളത് പിൻവാതിൽ കൂടെ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു. ഇപ്പോൾ ഒരു ഭരണം മാറ്റം, ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഹിന്ദു ഐക്യം വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കോൺഗ്രസിനറിയാം, അതിനേക്കാൾ കൂടുതൽ ലീഗിനറിയാം. 80 സീറ്റോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ മേൽക്കോയ്മ നിൽക്കുകയാണ്. ആ മേൽക്കോയ്മ തകരാൻ ഈ നായർ ഈഴവ ഐക്യം വഴി മറ്റ് വിഭാഗങ്ങളെ കൂടെ അപ്പോൾ അത് ആകർഷിക്കും. അങ്ങനെ ഒരു കൂട്ടായ്മ, ഹിന്ദു ഐക്യം പോലൊരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബാധിക്കും. ഈ 80-ൽ ഒരു 30 സീറ്റിലെങ്കിലും വളരെ നിർണായകമായിരിക്കും ഈ ഒരു ഐക്യം. അപ്പോൾ അപ്രമാദിത്വം നേടിയെന്ന് വിചാരിക്കുന്നത്, കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നത് താഴെ പോകാൻ അധിക നിമിഷം വേണ്ട എന്നുള്ളത് ലീഗിനറിയാം, മുസ്ലിം സംഘടനകൾക്കറിയാം. അവരതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ SNDP ആണ് ഉപയോഗിക്കുക, നമ്മൾ സംവരണത്തിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു. അതെ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ടോക്കിംഗ് പോയിന്റിൽ പറഞ്ഞതാണ്. അതായത് മുസ്ലിം ലീഗ് തങ്ങളെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് NSSുമായി അകറ്റാൻ അവർ വളരെ വലിയ ശ്രമം നടത്തുകയും അതിൽ ആ കെണിയിൽ താൻ വീഴുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, അവരൊരു പ്രോപ്പഗാൻഡ ഉണ്ടാക്കുന്നത്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന മാത്രമാണ് തിരക്കേണ്ടത്. ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തൊരു പ്രോപ്പഗാൻഡ വന്നു കഴിഞ്ഞാൽ ഒരു സംഘടന നേതാവും ഞെട്ടിപ്പോകും. ഇപ്പം തന്നെ നിസ്സാര കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഇത്രയും ദിവസം ഈ NSS SNDP ഐക്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ചാനൽ ഡിസ്കഷനുകളായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ചാനലുകൾ ഇന്ന് ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൈകളിലാണ്. 30% വരുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ ഒരു ഏകീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ആശയങ്ങൾ ഭംഗിയായി പ്രചരിപ്പിക്കാൻ കഴിയുന്ന 3-4 മെയിൻ ചാനലുകൾ ഇവിടെ ഉണ്ട്. അല്ല, നമുക്ക് അവരതിനെ അങ്ങനെയായി യൂസ് ചെയ്യുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ ചിന്തിക്കുമോ? എല്ലാ മുസ്ലിങ്ങളും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ? ആ ഭീതിയാണ് അവരിൽ ഉണ്ടാക്കുന്നത്. ആ ഭീതിയാണ് അവരെ നയിക്കുന്നത്. അപ്പോഴാണ് ഈ ഐക്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മലപ്പുറത്തായാലും വയനാടായാലും ഇപ്പുറത്തോട്ട് വന്ന് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ടയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഏതാണ്ട് ഒന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ആ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ഇല്ല, ഞാൻ പറഞ്ഞ 51, 49 കൂട്ടിക്കോ, ഈ വിഭാഗങ്ങൾ തമ്മിൽ മറ്റൊരു ചിന്താഗതി ഇല്ലാതെ ആരാണോ സ്ഥാനാർത്ഥി അവർ ജയിച്ചു പോട്ടെ, അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസി ഗവൺമെൻറ്റിന് വിരുദ്ധ വികാരം ഒന്നിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തു. അപ്പോൾ 80ഓളം സീറ്റുകൾ അവർക്ക് മേൽക്കോയ്മ കിട്ടി. ആ മേൽക്കോയ്മ വന്നപ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ബുദ്ധിയും പ്രവർത്തിച്ചിരിക്കാം. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒന്നിച്ച് കൂട്ടണം. അതിനാണ് അയ്യപ്പ സംഗമത്തിൽ തുടക്കമിട്ടത്. അയ്യപ്പ സംഗമത്തിൽ വന്ന തുടക്കം കുറേ കൂടെ വിശാലമായി അതൊരു ഹിന്ദു ഐക്യമായി മാറി, അല്ലെങ്കിൽ മാറ്റാൻ പലരിൽ നിന്ന് പിന്തുണ വന്നിട്ടുണ്ട്. പിണറായി വിജയനിൽ നിന്ന് തന്നെ നല്ല ശക്തമായ പിന്തുണ കിട്ടിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് സത്യം. കാരണം അല്ലെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം ആശയങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും തകർത്തേനെ, കൊട്ടിയിരുത്തിയേനെ. അതിന് അദ്ദേഹം മുതിർന്നില്ല. അത് വളരെ നൈസായിട്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ UDFൻ്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സം ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലീഗ് തകരില്ല, മുസ്ലിം ലീഗ് തകരില്ല, പക്ഷേ കോൺഗ്രസ് തകർന്നു പോകുമെന്ന് അവർക്കറിയാം. ഒരു 5 വർഷം കൂടെ ഭരണത്തിൽ നിന്ന് മാറി നിന്നാൽ കോൺഗ്രസ് ഛിന്നഭിന്നമായി പോകും. ആ ഛിന്നഭിന്നമായി പോകുന്ന കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളെ BJP അടിച്ചു മാറ്റും. അതോടുകൂടി BJP ഇവിടുത്തെ ഒരു പ്രധാന കക്ഷിയായി മാറുമെന്നുള്ളത് ലീഗിന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അവരുടെ നില എന്ന് പറയുന്നത് വളരെ പരുങ്ങില്ലാണ്. പിന്നെ ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ പിടിച്ച് എങ്ങനെ നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകളെ പിടിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ഈ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദത്തിന് നിന്നു കൊടുക്കില്ല. അതാണ് അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരുള്ള വിമിഷ്ടം. ആദ്യത്തെ ഒരു രുചി നോക്കിയിട്ട് അവർ ഓടിക്കളഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഒരിക്കലും അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ കീഴിൽ നിൽക്കാനേ ആഗ്രഹിച്ചിരുന്നില്ല. 67-69 കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മലപ്പുറം ജില്ലയും കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഉപേക്ഷിച്ചു. പിന്നെ മാർക്സിസ്റ്റുകാർ വേണ്ട, കാരണം ഇവർ കടുംപിടി പിടിച്ചോളെ. അതിൽ നേതാക്കളെല്ലാം അത്തരത്തിൽ അപ്രമാദിത്വമുള്ളവരാണ്.
ആവശ്യമില്ലാതെ വർഗീയത പറഞ്ഞാൽ ഉടനെ കൊട്ടിയിരുത്തുന്നവരാണ്. അപ്പോൾ അവരെ വേണ്ട. അതാണ് ഇന്ന് വരെ വന്നിട്ടുള്ള രീതി. അപ്പോൾ അവർക്ക് എപ്പോഴും കളിക്കാൻ പറ്റിയ തട്ടകം എന്ന് പറഞ്ഞാൽ UDF ആണ്. UDFിലാകുമ്പോൾ കൺട്രോൾ ഇല്ലാതെ എന്തും ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കും. ഓക്കെ. അപ്പോൾ അത്തരത്തിലൊരു നീക്കമാണ് അവിടെ നടന്നത് എന്നാണ് അങ്ങ് സംശയിക്കുന്നത്, നിരീക്ഷിക്കുന്നത്? അതിന് നീക്കം വന്നതെന്ന് വെച്ചാൽ ഈ കിട്ടിയ സന്ദർഭത്തിൽ ഒരടി അടിച്ചു കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ, ഹിന്ദു ഐക്യം വന്നിട്ട് ആർക്കാ ഗുണം? വെള്ളാപ്പള്ളി നടേശനാണ് ഗുണം. ഇനി നാളെ ഭരണം വന്ന ഇപ്പം ഇതിൽ വഴി നാളെ നിങ്ങളുടെ ഈ മുദ്രാവാക്യം വഴി UDFിൻ്റെ ഭരണം പോയാൽ ആരുടെ സ്ട്രെങ്ത്താണ് കൂടുക? LDF ആണ് അധികാരത്തിൽ വരുന്നത്. പിണറായി വിജയൻ ഒരിക്കൽ കൂടെ വരികയാണെങ്കിൽ ആരുടെ ശക്തിയാണ് കൂടുക? വെള്ളാപ്പള്ളി നടേശൻ്റെ അല്ലേ. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്? നിങ്ങൾ രണ്ടാമനോ മൂന്നാമനോ ആയിട്ടുള്ള സ്റ്റേയിലേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കാപ്പിച്ചൽ കിട്ടിയേക്കും. പക്ഷേ UDF വന്നാലോ? UDF വന്നാൽ നിങ്ങളുടെ ആൾക്കാർ താൽക്കോ സ്ഥാനത്തേക്ക് വരാൻ താങ്കൾക്ക് ആഗ്രഹമുള്ളവർ അവിടെ നിൽക്കുകയാണ്. അവരാരും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. അപ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ അവരെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കാൻ നോക്കുന്നതല്ലേ ബുദ്ധി. ഇനി താക്കോൽ സ്ഥാനത്തിന് തൊട്ട് താഴത്തെ സ്ഥാനത്ത് എത്തിയാലും താങ്കൾക്ക് കിട്ടുന്ന അപ്രമാദിത്വം എത്രയായിരിക്കും? NSSന് കിട്ടുന്നത് എത്രയായിരിക്കും? അതല്ലേ പ്രധാനം.